another amazing episode of Ariya Ruchikalum Kaana Kazhchakalum. Delhi നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ട്രീറ്റുകളിലേക്ക്, എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക്. Come on. യെസ്, അപ്പോൾ ബിർള മന്ദിറിൻ്റെ അകത്ത് ഞാൻ കയറി. എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അകത്ത് ക്യാമറ കയറ്റില്ല. കണ്ടിരിക്കേണ്ട ഒരു മന്ദിരമാണ്. മൊത്തം മാർബിൾസ് വെച്ചിട്ടാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിർള ഫാമിലിയുടെ ആണിത്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ മഹാത്മാ ഗാന്ധിയാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അകത്ത് ശ്രീകൃഷ്ണൻ്റെ, മഹാവിഷ്ണു, ശിവൻ, ഹനുമാൻജി, അങ്ങനെ എല്ലാവരുടെയും പ്രതിഷ്ഠകളാണ് അകത്തുള്ളത്. എനിക്കിത് അവിടെ നിന്ന് പൂവൊക്കെ കിട്ടി, ചന്ദനമൊക്കെ തൊട്ട് സുന്ദരിയായില്ലേ. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം കണ്ടത് ബിർള മന്ദിർ. അപ്പോൾ ഇവിടെ ഒരു പാവ് ബാജിയുടെ ഒരു ഷോപ്പുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യ നോട്ടെ ഡൽഹിയിൽ ഒരു ദിവസം കാണേണ്ട സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് അവിടെ പാവ് ബാജി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു സ്നാക്ക് എടുക്കാം നമുക്ക്. ഭയ്യ एक प्लेट पाव भाजी. पाव भाजी ना, उसका नाम? नहीं, उसका नाम पाव भाजी, उसका नाम ये का नाम ചോല. ചോല. ഓ, ഇതാണ് പാവ് ഭാജി, ഇതാണ് ചോല. ഇതിനകത്ത് ഇപ്പം നോക്കി കഴിയുമ്പോൾ മട്ടറുണ്ട്, പനീർ പീസസ് ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, മല്ലിയിലയുണ്ട്. മട്ടറിൻ്റെ മലയാളം എന്താ? ഗ്രീൻ പീസ് അതാണുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഇവരുണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. ഓക്കെ, സോ അപ്പോൾ ആ ബണ്ണിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ അവർ ആ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ എന്തുണ്ടാക്കിയാലും ബട്ടറാണ് ഇവരുടെ ഒരു മെയിൻ സാധനം. പുറകിലും നല്ലോണം തേക്കുന്നുണ്ട് ബണ്ണിൻ്റെ. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ടാട്ടോ ഇവർ വിൽക്കുന്നത്. അതായത് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇത്രയും കറങ്ങി വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ടയേർഡാവും. അപ്പം കഴിക്കാനായിട്ട് ഇവിടെ ഇങ്ങനത്തെ പാവ് ബജി അല്ലേ, പാവ് ബജി ഉണ്ട്. അവിടെ ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, എല്ലാ സാധനങ്ങളും ഈ ഒരു ഏരിയയിലേക്ക് നടന്നു വരുമ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്നത് ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പാവ് ചോല അങ്ങനെയാണ് അവർ പറയുന്നതെന്ന് തോന്നുന്നു. ആ ഒരു പനീർ സബ്ജി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മിൻ ചട്നി ഉണ്ട്. ഇത് എത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവരിത് സെർവ് ചെയ്യുന്നത്. എന്തായാലും ബൺ ടോസ്റ്റായി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്ര നേരം ഞാൻ ഓർക്കുമായിരുന്നു ഇത് ആവാൻ എന്താണ് ഇത്ര താമസം എന്ന്. ഇത് എത്ര നേരം അവന്മാർ അടുപ്പ് കത്തിക്കാണ്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് മുമ്പാണ് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചത്. ഓക്കെ, സോ നമ്മുടെ ബണ്ണപ്പോൾ നല്ല രീതിയിൽ പാവ് എന്നാണ് ഇവരിതിനെ പറയുന്നത്. ആ സംഭവം നല്ല രീതിയിൽ ടോസ്റ്റ് ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ പാവ് പരിചയമില്ല, ഞാൻ ഉണ്ടാക്കിയ പോലെ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നല്ല രീതിയിൽ ബട്ടറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതാ ഒരു മിൻ ചട്നി ഉണ്ട്, പിന്നെ കറിയുണ്ട്. കറിയിലെ പീസസ് ഇതാണ്ടോ, മട്ടറുണ്ട്, പനീറുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടൊരു പനീർ സബ്ജിയാണുള്ളത് കണ്ടോ. അതിൻ്റെ കൂടെ സൈഡിൽ കഴിക്കാനായിട്ട് അണിയൻ കട്ട് ചെയ്ത് സവാള അരിഞ്ഞതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഇതാ ഇങ്ങനെ എടുത്ത് ഇതിൽ മുക്കി, മിൻ ചട്നിയിൽ മുക്കി, ഒരു പീസ് ഓണിയനും കൂടി എടുത്ത് ആ ഒരു ബൺ ടോസ്റ്റ് ആയതിൻ്റെയും ആ ഒരു ബട്ടറിൻ്റെയും വായിൽ വയ്ക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിലൊരു സ്പൈസിയാണ്. എനിവേ ഒരു സ്നാക്കിങ്ങിനൊക്കെ പറ്റിയ സംഭവമാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ പാവ് ഭാജിയൊക്കെ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ ഒരു ദിവസത്തെ ഡൽഹി ട്രിപ്പിലാണ് നമ്മൾ. ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാനതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ.
ഓക്കെ, സോ നമ്മുടെ 1 ഡേ ഡൽഹി ടൂറിലെ ഇപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ മ്യൂസിയത്തിൽ. അദ്ദേഹം ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം, ഡൈനിങ് ഹാൾ, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഐറ്റംസ്, കാർ എല്ലാം ഉണ്ട് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അകത്ത് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ കളക്ഷൻ്റെ ഒരു ഷോറൂം തന്നെയാണുള്ളത്. അതുമാത്രമല്ല ഹാൻഡിക്രാഫ്റ്റും ഒരുപാട് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവിടെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. കാരണം ഇതിൻ്റെ മാർക്കറ്റ് കോപ്പീസ് ഇറങ്ങും എന്നുള്ള ഒരു റീസൺ കൊണ്ട് അവരിതൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മീൻവൈൽ ഞാനിവിടെ ഒരു സംഭവം കണ്ടു. അതായത് ഈ ഡൽഹിയിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര കോമൺ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ മണ്ണിൻ്റെ ഗ്ലാസ്സിലെ ചെറിയ അങ്ങനെ മഡ് ഗ്ലാസ്സുകളിലുള്ള ചായയും കാപ്പിയും ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു കോഫി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. മഡ് ഗ്ലാസ്സിലുള്ളൊരു കോഫി. വാ, एक कॉफ़ी हाँ ये मड ग्लास पे കോൾഡ് കോഫി. ഞാനൊരു കോൾഡ് കോഫി പറഞ്ഞിട്ടുണ്ട് മഡ് ഗ്ലാസിൻ്റെ അകത്ത്. നമുക്കത് ഞാൻ എന്തായാലും ഒരു കോൾഡ് കോഫി പറയണ്ട. അപ്പോൾ അവിടെ ചായ ഉണ്ട്, കാപ്പിയുണ്ട്. അപ്പോൾ കാപ്പി ചൂടായിട്ടുമുണ്ട്, ഗരമുണ്ട്, കോൾഡ് കോഫി ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും കോൾഡാണ് ഇഷ്ടം, കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഞാനൊരു കോൾഡ് കോഫി പറഞ്ഞിട്ടുണ്ട്, മഡ് ഗ്ലാസ്സിലുള്ള കോൾഡ് കോഫി. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ഇവിടെ സാൻഡ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ട്, പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ കുറേ സ്നാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും എല്ലാം കിട്ടുന്നൊരു ചെറിയ കട. താങ്ക് യു. അയ്യോടാ, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ചോക്ലേറ്റിൻ്റെ മറ്റേ മുകളിൽ ടോപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സ്ട്രോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര കോൾഡായിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തേത് കോൾഡ് കോഫിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു ചെറിയ മണ്ണിൻ്റെ കപ്പിലാണ് അവർ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അധികം മധുരവും ഇല്ല, എന്നാൽ ആ ഒരു നല്ല രീതിയിൽ കോഫിയുടെ ഫ്ലേവർ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഞാൻ മൊത്തത്തിലൊരു പൊതുവെ ഒരു മധുരപ്രിയയല്ല ഞാൻ. സോ നൈസ്. ഞാനിത് കുടിച്ച് തീർത്തിട്ടുണ്ട്. അടിപൊളി കോഫി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡൽഹിയിലുള്ള ഒരു മിനി കേരളത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇനി കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. ഇവിടെ ഒരു മിനി കേരളം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളി ഫുഡുകൾ ധാരാളമായി അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയ സ്ട്രീറ്റ്. അപ്പോൾ അറിയ രുചികളിലും കാണാ കാഴ്ചകളിലും നമ്മളിനി കാണാൻ പോകുന്നത് ഡൽഹിയിലുള്ള ഒരു കൊച്ചു കേരളത്തെ. അപ്പോൾ ഡൽഹിയിലുള്ള കൊച്ചു കേരളത്തിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അവിടെ നമുക്ക് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ വന്നതിന് ശേഷം മലയാളത്തിൻ്റെ അക്ഷരം കാണുമ്പോൾ ഒരു സന്തോഷം. നാടൻ ഭക്ഷണങ്ങൾ, ഊണ്, മീൻകറി, പൊറോട്ട, ഇറച്ചി, ചിക്കൻ ബിരിയാണി, അപ്പം, മുട്ടക്കറി, പുട്ട്, കടലക്കറി, മസാല ദോശ, ഇഡ്ഡലി, സാമ്പാർ, ഇതൊക്കെയാണ് അവിടുത്തെ ഐറ്റംസ്. ഓക്കെ, അപ്പം 2 കടയുണ്ട്. ഒരെണ്ണം ഈ അപ്പൂസ് ഹോട്ടൽ, പിന്നെ ഉള്ളത് കേരള ഹോട്ടൽ. നമുക്ക് എവിടെ കയറണം? നമുക്ക് ആദ്യം അപ്പൂസ് ഹോട്ടലിൽ കയറാം അല്ലേ? ബാ. അപ്പം ഇവരുടെ ഈ ഒരു കിച്ചണിൽ ഇവരെങ്ങനെയാണ് ഇവിടെ അപ്പം ഉണ്ടാക്കുന്നത്? അഫ്കോഴ്സ് നമുക്കറിയാം എങ്ങനെ അപ്പം ഉണ്ടാക്കുന്നത്. യെറ്റ് ലെറ്റ്സ് ടേക്ക് എ സ്നീക്ക് പീക്ക് ഇൻ ടു ദ കിച്ചൺ. ബാ. മീൻവരെ ഇവിടെ ചേട്ടൻ നല്ല അടിപൊളി പഴംപൊരി കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചതാണോ പഴംപൊരി? ഇപ്പോൾ ഉണ്ടാക്കി. ചേട്ടൻ മലയാളിയാണോ? ചേട്ടൻ മലയാളിയല്ല, പക്ഷെ ചേട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ ഇവിടെ ഒരു ദിവസം എത്ര അപ്പം അപ്രോക്സിമേറ്റ്ലി വിറ്റ് പോകാറുണ്ട്? ഒത്തിരി പോകും അല്ലേ? ഓ, കൊള്ളാം കൊള്ളാം. ഇവിടെ മെയിൻലി ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ഡിഷ് എന്താ? അങ്ങനെ ഇവിടെ ജീവിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഡിഷ് നാട്ടിലത്തെ?
അവിടുത്തെ എല്ലാ ഡിഷും താറാവ് റോസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. ഞണ്ടുണ്ട്. ഞണ്ട് അപ്പം താറാവും നമുക്കിത് ട്രൈ ചെയ്യാം. താറാവ് റോസ്റ്റും അപ്പവും നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടുത്തെ സ്പെഷ്യലൊക്കെ നമുക്ക് ഇന്ന് എന്തായാലും ട്രൈ ചെയ്യാം ചേട്ടാ. എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് അതിന് ഇവിടത്തുകാർക്ക് കഴിച്ചിട്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഐറ്റം എന്തുവാ? ഇഡ്ഡലി, സാമ്പാർ, മസാല ദോശ എല്ലാം അതൊക്കെയാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഞങ്ങളും ഇന്ന് അത് കഴിച്ച് നോക്കാം. ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? നാട്ടിലുണ്ട്. ആലപ്പുഴക്കാരനാണ്. ഓ, ചേട്ടൻ്റെ പേര്? നിസാൽ. ഓക്കെ, അപ്പം ആലപ്പുഴയാണ് ചേട്ടൻ്റെ നാട്. എത്ര നാളായി ചേട്ടാ ഈ ഹോട്ടൽ ഇവിടെ? 32 ഇയേഴ്സ്, 32 വർഷമായിട്ട് ഇവിടെ റൺ ചെയ്യുന്ന ഹോട്ടലാണ്. നോർത്ത് ഇന്ത്യക്കാർ ഇവിടെ വരുമ്പോൾ അധികം ചോദിക്കുന്നത് ഇതേപോലെയുള്ള സാധനങ്ങളാണ്. മസാല ദോശ, ഇഡ്ഡലി പോലെയുള്ള സാധനങ്ങളാണ് ചോദിക്കുക. എന്തായാലും മലയാളികൾക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, അവർ കഴിക്കുന്നത് അപ്പവും താറാവ് റോസ്റ്റും ഞണ്ടും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കും അതൊന്നൊക്കെ ഒരു പിടി പിടിക്കാം. ബാ. ഓക്കെ, സോ നമ്മുടെ ചൂട് പഴംപൊരി ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം കൂടെ പറയാം. ചേട്ടാ, ഇവിടെ എന്താ നമുക്ക് കുടിക്കാനായിട്ട്? ഫ്രഷ് ലൈമാണ്, നല്ല സെറ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് ജാക്ക് ഫ്രൂട്ട് ഷേക്ക് തന്നെ പറയാം. നാട്ടിൽ നിന്നുള്ള ചക്ക വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ജാക്ക് ഫ്രൂട്ട് ഷേക്കാണ് വരുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജാക്ക് ഫ്രൂട്ട് ഷേക്ക് കൂടി എന്തായാലും ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യാം. പിന്നാലെ ഞാൻ അപ്പവും പിന്നെ താറാവിൻ്റെ ഇതും കൊഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ പിന്നാലെ പോട്ടെ. അപ്പം ഞാൻ മീൻ വരി പഴംപൊരി എന്ത് ചെയ്യാം. ഓക്കെ ചേട്ടാ. പഴം നല്ല രീതിയിൽ പഴുത്തിട്ടുള്ളതുകൊണ്ട് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട്. ബൈ ദ വേ, നമ്മുടെ ചക്ക ഷേക്ക് എത്തി. താങ്ക് യു ചേട്ടാ. പഴംപൊരി കൊള്ളാം കേട്ടോ. അപ്പം പഴംപൊരി സൈഡിലിരിക്കട്ടെ, നമുക്കിനി നമ്മുടെ ചക്ക ഷേക്ക് കഴിക്കാം. അപ്പം ഇതാ നോക്കിക്കോണേ, ഇതിനകത്ത് എന്താ ഐസ്ക്രീമാണ് മുകളിലിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്, താഴേക്ക് ചക്ക ഷേക്കാണ്. എത്രത്തോളം ആ ചക്കയുടെ ഒരു രുചി നമുക്ക് കിട്ടും എന്ന് നമുക്ക് എന്തായാലും പഴംപൊരിയും ചക്കഷേക്കൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഇതാ വരുന്നുണ്ട്. യെസ്, ഇത് അപ്പവും ഇത് ഡക്കും. ഓക്കെ, അപ്പവും താറാവും, ഇത് ഡക്ക് റോസ്റ്റ്. പിന്നെ ഒരു സാധനവും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മലയാളികളുടെ സ്വന്തം കണ്ണിലുണ്ണിയായ പൊറോട്ടയും കൊഞ്ചുമാണ് കേട്ടോ. അത് അല്ല ഏട്ടാ, കൊഞ്ചല്ലേ ഇത്? ഓക്കെ ഓക്കെ. ഇതെല്ലാം ഞാൻ എങ്ങനെ തിന്നു തീർക്കും? എന്നെക്കൊണ്ട് എത്രയും പറ്റുമോ അത്രയും ഞാനിത് തിന്നു തീർക്കും. അപ്പോൾ ഇത് പൊറോട്ടയും സ്ക്വിഡും, അതായത് കൊഞ്ചും, ഇത് അപ്പവും താറാവും, ഇത് ഞണ്ട് റോസ്റ്റും. അപ്പോൾ അപ്പവും താറാവ്, എൻ്റെ വായിൽ വെള്ളം വരുന്നു. താറാവ് റോസ്റ്റും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഒരു പീസ് അപ്പം എടുത്ത് ഒരു പീസ് താറാവ് എടുത്ത് ആ ഗ്രേവിയിൽ മുക്കി നല്ല സ്പൈസി ആട്ടോ, നല്ല സ്പൈസി ആയിരുന്നു. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും എടുത്ത് നിൽക്കുന്നത്. അപ്പം നല്ലൊരു പീസ് അപ്പം എടുത്ത് കറിയിൽ മുക്കിയതാണ് നമുക്കൊരു വരട്ടെ. ഈ അപ്പം ഭയങ്കര സോഫ്റ്റാണ്. ശരിക്കും ഇത് കഴിക്കുമ്പോൾ നാട് വല്ലാണ്ട് മിസ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഡൽഹിയിലുള്ളൊരു മലയാളി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ നാടും അമ്മ ഉണ്ടാക്കണ ഭക്ഷണവും ഒക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യും. ഇതിൽ ചില്ലി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൻ്റെ മേക്കിംഗ് നമുക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഇതിവർ ഇന്ന് രാവിലെ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കിച്ചണിലേക്ക് നമുക്ക് കയറിയിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ് ടേസ്റ്റ് സോ ഫ്രഷ്, ബിക്കോസ് ഇന്ന് ഉണ്ടാക്കിയ സംഭവമാണ്. ഇതിൽ
സ്പൈസാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതാ നമുക്ക് മുളകൊക്കെ കാണാമല്ലോ. ഇനി അടുത്തതായി നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം പൊറോട്ടയാണ്. പൊറോട്ടയുടെ കൂടെ ക്രാബും ഉണ്ട് സ്ക്വിഡും ഉണ്ട്. നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി സ്ക്വിഡ് എടുക്കുക കേട്ടോ. സ്ക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ച്. നമ്മളിവിടുത്തെ ചേട്ടൻ പറയണ്ടായിരുന്നു മലയാളികൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ ഡിഷാണ്. ശരിയാണ്, അത്രയ്ക്ക് രുചിയാണ്. എന്തായാലും ഓർഡർ ചെയ്ത് പോകും. കാരണം ആ ഒരു എന്താ പറയുക, മലയാള തനിമയുടെ ആ ഒരു ടേസ്റ്റ് ബഡ്സ് ശരിക്കും നമ്മുടെ വായിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള സീ ഫുഡ്. ഇനി അടുത്തതായി നമ്മൾ കഴിക്കാൻ പോകുന്നത് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിഭവമാണ് ഈ കൂട്ടത്തിൽ. ക്രാബ്, ഞണ്ട്. ഓക്കെ, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറയുന്നത് പോലെ ഇത് ഇവർ മൊത്തത്തിലൊരു ക്രാബിനെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതാ കാലുണ്ട്. ദേ എൻ്റെ അമ്മ, എന്താടാ മോനെ, സുഖല്ലേ? പാവം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഞണ്ട് കഴിച്ച വലിയ പരിചയമൊന്നുമില്ല. കാരണം എങ്ങനെ കഴിക്കണേന്ന് എനിക്കറിയില്ല ഗൈസ്. എനിക്കറിയുന്ന നോളജിൽ ഞാനിത് കഴിക്കാം. ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇതിൻ്റെ കാലൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പിന്നെ കൈയും കാലൊക്കെ ഞാൻ വേർപെടുത്തിയെടുക്കുക. പാവം. അയ്യോ, എന്തൊരു പോലെ. ഓക്കെ, ഇത് ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. കൊള്ളാം, അടിപൊളി. ഭയങ്കര ടെൻഡറാണ് ഇതിൻ്റെ മീറ്റ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ജ്യൂസിയാണ് കണ്ടോ. ആ മല്ലിയിലയുടെയും തക്കാളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ രുചി എടുത്തു നിൽക്കുന്നുണ്ട്. ഉള്ളി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഇതിലെ. ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മളോരോ കള്ളുഷാപ്പിലൊക്കെ പോയിട്ട് കഴിക്കില്ലേ, ഇങ്ങനെ ആ തരത്തിലുള്ളൊരു സീ ഫുഡിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വന്നിട്ടുണ്ട്. കൊള്ളാം. എരിവ് മാറാൻ ഞാൻ തോന്നുന്നു കുക്കുമ്പോഴുണ്ട് കഴിയും. എന്തായാലും അടിപൊളി ഞണ്ട് റോസ്റ്റ്. അപ്പോൾ അപ്പൂസ് ഹോട്ടലിലെ മെയിൻ ആയിട്ടുള്ള ഡിഷസ് നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം, ഞണ്ട് റോസ്റ്റ്, താറാവ് റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്, ഒപ്പം നല്ല പൊറോട്ട. പിന്നെ നമ്മൾ നേരത്തെ കഴിച്ച് പഴംപൊരി, ചക്ക ഷേക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഡൽഹിയിൽ വരുവാണ്, നിങ്ങൾക്ക് മലയാളി ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ ജീവിക്കുന്ന മലയാളിയാണ്, നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ഇറ്റ്. ഇനി നോർത്ത് ഇന്ത്യൻസിന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ ഈ സംഭവമൊക്കെ മൊത്തത്തിൽ കഴിച്ച് തീർത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ അപ്പൂസ് ഹോട്ടലിൽ നിന്നും നല്ല അടിപൊളി മലയാളി ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ പോലെ ഒരു വയറ് നിറഞ്ഞു. ഞാൻ ആ മുടിയൊക്കെ കെട്ടിവെച്ച് അവസാനം പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അങ്ങനെ അവിടുന്ന് ആ ചേട്ടന്മാർ എനിക്കൊരു ലെമണേഡും തന്നിട്ടുണ്ട്. ഇനി ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഇനി നമ്മൾ കാണുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കും. ഏത് സ്ഥലമെന്നല്ലേ? മറക്കാതെ കാണുക അറിയ രുചികളും കാണാ കാഴ്ചകളും നിങ്ങളുടെ സ്വന്തം കൗമുദി TV. ചിയേഴ്സ്.